ഹായ് എല്ലാവർക്കും നമസ്കാരം. ഐഷസ് റൈമ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചോറിന് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന രണ്ട് ചമ്മന്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. ഒന്ന് കറിവേപ്പില ചമ്മന്തി, പിന്നെ ഒന്ന് വെളുത്തുള്ളീൻ്റെ ചമ്മന്തിയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാനും കഴിയും. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യണം. അപ്പോൾ ആദ്യം ഞാൻ കറിവേപ്പിലേൻ്റെ ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് കാണിക്കാം. അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. വറ്റൽമുളക് ഒരു 6 എണ്ണം എടുത്തിട്ടുണ്ട്. അതേമാതിരി ചെറിയുള്ളി ഒരു 6-7 എണ്ണം, പിന്നെ ചെറിയ കഷ്ണം പുളി, പിന്നെ ഒരു ചെറിയ കഷ്ണത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, ഒരു മുറി തേങ്ങ ചിരവിയത്, 4 തണ്ട് കറിയില. ഇത്രയാണ് എടുത്തത്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ചോറിന് ഈ ചമ്മന്തി മാത്രം കൂട്ടി കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ കറിയൊന്നും ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഭയങ്കര തിരക്കുള്ള ദിവസങ്ങളിലാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യം ഞാൻ മിക്സിൻ്റെ ജാർ എടുത്തിട്ട് നമ്മൾ ഈ പ്ലേറ്റിലെടുത്ത് വെച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളക്, ചെറിയുള്ളി, ഇഞ്ചി, ഉപ്പ്, പിന്നെ പുളി, പിന്നെ നമ്മൾ എടുത്ത് വെച്ച തേങ്ങ. ഓക്കെ, ഇത്രയും ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിയിൽ നമ്മൾ ഇട്ട് കൊടുക്കാം. തണ്ടിൽ നിന്ന് ഇങ്ങനെ അതേമാതിരി എടുത്തിട്ട് ആണ് ഞാൻ ഈ ജാറിൽ ഇട്ട് കൊടുത്തത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. പൊടിക്കുന്ന ജാറാണ് കേട്ടോ ഞാൻ എടുത്തത്. അത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതേമാതിരി ഒന്ന് അടിച്ചെടുക്കാം. ഇത് നമ്മൾ മിക്സിയിൽ അരച്ചെടുത്ത് വെച്ചതിന് ശേഷം ഞാൻ ചീനച്ചട്ടി എടുത്തിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/4 സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഞാൻ 4 ചെറിയുള്ളിയാണ് ചെറുതായിട്ട് അരിഞ്ഞത് എടുത്തത്. അതൊന്ന് മൂത്ത് വരണം, അതായത് ചെറിയൊരു ബ്രൗൺ കളറൊന്ന് ആയി വരാം. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിയില ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഓൾറെഡി മിക്സിയിൽ അരയ്ക്കുന്നതിൽ കറിയില ചേർത്തിട്ടുണ്ട്, പക്ഷേ ഇതിലേക്കും നമ്മൾ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. കറിവേപ്പിലേൻ്റെ ചമ്മന്തിയാണല്ലോ, അപ്പം കറിവേപ്പില മെയിനായിരിക്കും. ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ച ആ ഒരു കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിന് പണി. ഇപ്പോൾ നമ്മളെ കറിവേപ്പില ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യണം. ഇനി അടുത്ത ചമ്മന്തി നമുക്ക് ഉണ്ടാക്കാം. അപ്പം ഇനിയുള്ളത് വെളുത്തുള്ളീൻ്റെ ചമ്മന്തിയാണ്. അതിന് വീണ്ടും ഇതേമാതിരി ഞാനൊരു 4-5 വറ്റൽമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 6 അല്ലി വെളുത്തുള്ളി, ചെറിയ കഷ്ണം പുളി, കുറച്ച് ഉപ്പ്, ഇത്രയുമാണ് എടുത്തത്. ഇതും വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ആദ്യം തന്നെ നമുക്ക് ഈ വറ്റൽമുളക് ഒന്ന് ചുട്ടെടുക്കണം. അപ്പോൾ എല്ലാവരും അടുപ്പത്തുനിന്ന് ചുട്ടെടുക്കുക. ഇവിടെ അടുപ്പില്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഗ്യാസ് അടുപ്പിലാണ് ജസ്റ്റ് ഈ പപ്പടക്കോലിൽ കുത്തിയിട്ട് ഒന്നിങ്ങനെ ചുട്ടെടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ക്രിസ്പി ആയിട്ട് വരുന്ന മാതിരി ആവണം. അങ്ങനെയാണല്ലോ ചുട്ടെടുക്കുക എന്ന് പറയുമ്പം. അപ്പോൾ അതുവരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. കരിഞ്ഞു പോവുകയും ചെയ്യരുത്, എന്നാൽ ചുട്ടെടുത്ത പോലെ ആവുകയും വേണം. ഓക്കെ, അടുപ്പുള്ളവർക്കൊക്കെ സുഖമാണ്, അല്ലാത്തവർ ഇതേമാതിരി ചെയ്താൽ മതി. ഇനി നമ്മൾ മിക്സിൻ്റെ ജാറെടുത്തിട്ട് ഈ ചുട്ടെടുത്ത ചുവപ്പ് മുളക് ഇടുക. അത് ചെറുതായിട്ട് ഇതേമാതിരി കറുപ്പ് കളറായി വരും. അങ്ങനെയാണ് ചുട്ടെടുക്കുക. പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളി ചേർക്കാം. അതേമാതിരി ചെറിയ കഷ്ണം പുളി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇതിൽ നമ്മൾ വെള്ളമൊന്നും ചേർത്തുന്നില്ല കേട്ടോ. ഇതേമാതിരി ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കുക. ഓക്കെ, ഈ ഒരു പരുവത്തിലാവും. അപ്പോൾ ഞാൻ കുറച്ച് എടുത്തത് കൊണ്ടാണ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ക്വാണ്ടിറ്റി കൂടുതൽ വേണ്ടവർ കൂടുതൽ ഐറ്റംസ് എടുത്ത് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ പച്ച വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു 3-4 സ്പൂണ് പച്ച വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. സ്പൂൺ വെച്ചോ കൈ വെച്ചോ എന്ത് വെച്ച് വേണമെങ്കിലും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളെ വെളുത്തുള്ളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോന് കാണാം. താങ്ക്